ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ഡേ ഇൻ മൈ ലൈഫിൽ കുറച്ച് മണിക്കൂറുകൾ കുറഞ്ഞു പോയി. ഇപ്പം സമയം 10 മണിയാണ്. കാരണം രാവിലത്തെ ഒരു ഹറിബറി, സ്കൂള്, ജോലി എല്ലാം പോകേണ്ട ഒരു തിരക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയുള്ള കുറച്ച് മണിക്കൂറുകളെ ഞാനും എൻ്റെ മോളും മാത്രമുള്ള കുറച്ച് മണിക്കൂറുകളാണ്. അപ്പം ഞങ്ങളെ ഒരു ചെറിയ എങ്ങനെയാണ് ഒരു ദിവസം റൂട്ടീൻ എങ്ങനെയുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ആക്ച്വലി പാറുക്കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയണമെങ്കിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു പനിയൊക്കെ കഴിഞ്ഞ് വന്ന കാരണം അവൾക്ക് ഫുഡൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ബാക്ക് ടു റൂട്ടീൻ വന്നിട്ടില്ല. നന്നായിട്ട് കഴിക്കാനും തുടങ്ങിയിട്ടില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഫീഡിങ് തന്നെയാണ് ഇപ്പോഴും അവൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ കുറേശ്ശെ കഴിക്കുന്ന പോലെ കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഒരാളിപ്പോൾ മിസ് റേച്ചിൽ കാണുകയാണ് കേട്ടോ. കാണിച്ചു തരാം. മിസ് റേച്ചലിന് ഫുഡ് കൊടുക്കുക. ഇങ്ങനെ ഞാൻ പ്ലേറ്റിൽ കുറച്ച് അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അവളിങ്ങനെ ഇടയ്ക്ക് വന്നെടുത്ത് കഴിക്കും. അങ്ങനെയൊക്കെ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. അവളുടെ മൂഡ് കുഴപ്പമില്ല എന്നൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ എൻ്റേതായ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കും. അതായത് ഈ സമയത്ത് ചിലപ്പോൾ അവൾ ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരം അങ്ങനെ ഉറങ്ങിക്കോളും, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ നിൽക്കും. എന്താ പറയുക, ചിലപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, എന്തെങ്കിലും വർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിൽ ചില കുത്തിക്കുറിക്കലൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു ദിവസം ഒരു കാര്യമെങ്കിലും ചെയ്യാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയമാണ്. അങ്ങനെ ഫുള്ളി ഇരുന്ന് ചെയ്യാനും സമ്മതിക്കില്ല. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് എണീക്കും, വരും. അപ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും ബുക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളൊരു ബുക്കൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ മുകളിലിരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സമയം ചിലവഴിക്കാറ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ, പകരം സ്മാർട്ട് വർക്കിൻ്റെ ആളാണ്. കാരണം എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കാര്യമില്ല എന്നല്ല പറയണത്. ഞാനിപ്പോൾ എൻ്റെ സ്മാർട്ട് വർക്കിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്മാർട്ട് വർക്ക് ആറ്റിറ്റ്യൂഡ് കൊണ്ട് പറ്റാറുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ അവൾക്ക് ഉറക്കം വന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ മൂടൊന്ന് കംപ്ലീറ്റ് പോവും. വൈകുന്നേരം വരെ ഇങ്ങനെ ചിണിക്കൊണ്ടിരിക്കും. എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും വാശിയായാൽ. അപ്പോൾ അവളിങ്ങനെ ഉറങ്ങാനിങ്ങനെ റെഡി ആയിട്ട് കിടക്കുകയാണ്. ഇന്ന് കുറച്ച് ലേറ്റായി ആക്ച്വലി. ഇതിന് മുമ്പ് ഉറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് നല്ല മൂഡിലായിരുന്നു കുറച്ച് നേരം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് അപ്പോൾ ഉറങ്ങാൻ കിടക്കുകയാണ്. നീ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും അവളെ ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. എന്നിട്ട് മാമുണ്ണു അല്ലേ? ഒന്ന് ഉണർന്നിട്ട് മാമുണ്ണുണ്ടേ. ആ പാട്ട് പാടും ഉറങ്ങാൻ വേണ്ടി. നമ്മളിങ്ങനെ മൂളിക്കൊടുത്താൽ കുറച്ച് നേരം നല്ല ഉറക്കമാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങും. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ആട്ടി ഇപ്പോഴും തൊട്ടില്ലാണ് ഈ ഒരു സമയം, പകൽ സമയം. രാത്രി നമ്മൾ അടുത്ത് തന്നെ കിടക്കാം. പാറുക്കുട്ടി ഉറങ്ങി. അപ്പോൾ കുറച്ചധികം പണി ബാക്കിയുണ്ട്. അവൾ ഉറങ്ങാണ്ടൊന്നും നടക്കില്ല. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്, ചെയ്യട്ടെ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു ഒരുവിധം. എനിക്കങ്ങനെ ബാലൻസ് വെക്കാനൊന്നും ഇഷ്ടമില്ല. അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല. അപ്പോൾ ക്ലിയർ ചെയ്യണതൊക്കെ ഇഷ്ടം, പാത്രങ്ങളൊക്കെ പ്രത്യേകിച്ച്. പക്ഷേ ഇന്ന് ഒട്ടും സമയം കിട്ടിയിട്ടില്ല രാവിലെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പോക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ സിറ്റുവേഷൻ അപ്പോഴത്തെ അതുപോലെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഒത്തിരി സമയമായി, ലഞ്ചൊക്കെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അവൾ നല്ല ഉറക്കമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സുഖമായി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ടൈം ഉണ്ട് എണീക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചൊക്കെ കണ്ട് കഴിച്ച് വെക്കാം അവൾ എണീക്കുമ്പോഴത്തേക്കും എന്നൊക്കെ വിചാരിച്ച് ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു എഗ്ഗ് മാത്രമാണ് ഇപ്പോൾ, മുട്ട ഓംലെറ്റ് മാത്രം ഇപ്പോൾ ഉണ്ടാക്കി. പിന്നെ എന്താ എൻ്റെ ലഞ്ച് എന്ന് കാണണ്ടേ. സിമ്പിൾ ലഞ്ചാണ്. അതായത് ആളും മരമൊന്നുമില്ല.
പയറുപ്പേരി ഉണ്ട്, വെണ്ടയ്ക്കുപ്പേരി ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, തൈരുണ്ട്, കടുമാങ്ങയുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ലഞ്ചാണ്. എനിക്ക് ഗ്രേവി ടൈപ്പ് വലിയ ഇഷ്ടമൊന്നുമില്ല, കറി ഇഷ്ടമില്ല. അതുകൊണ്ട് എനിക്ക് തൈരും ഉപ്പേരി കൂട്ടി കുഴച്ച് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ടി വി ഒക്കെ കണ്ട് ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മെല്ലെ അവളുണരുമ്പോഴത്തേക്കും ആസ്വദിച്ചിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞാൽ എന്താ അറിയില്ല, മധുരം കഴിക്കാനൊരു വല്ലാത്ത ടെൻഡൻസിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അതെന്തെങ്കിലും എടുത്ത് കഴിക്കും. ഫ്രിഡ്ജിൽ എന്തെങ്കിലും നോക്കട്ടെ. ഒരു ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആറുവിനെ ഒന്ന് നോക്കിയാലോ. നല്ല ഉറക്കാട്ടോ. പാൽക്കുട്ടി ഓണുണ്ടോ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? മമ്മ തരട്ടെ? ആമത്തെ കഴിക്കാം. പാരുക്കുട്ടി ചോറുണ്ടാൻ പോവാണ്. മമ്മ തരട്ടെ? ആരോ ആമുന്ന മാമുണ്ടാൻ പോവാണോ? തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വായിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നും അകത്തെത്തില്ല, ഒക്കെ ചുറ്റും പോവും. പാറുവിന് പനിയൊക്കെ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഓരോ ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ളൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അവളുടെ ഈ ഒരു ഏജിൽ എന്താണെന്ന് വെച്ചാൽ, അവൾക്കിപ്പോൾ തന്നെ വേണം ഭക്ഷണം കഴിക്കാൻ. അതായത് നമ്മൾ വായിൽ കൊടുക്കണമെന്നും ഇഷ്ടമല്ല. അപ്പോൾ തന്നെ കഴിക്കുമ്പോൾ അറിയാമല്ലോ, കുട്ടികളാകുമ്പോൾ ചുറ്റുമാണ് പോവുക, അകത്തേക്കൊന്നും പോവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് അറ്റൻഷൻ മാറ്റിയിട്ടൊക്കെയാണ്. അതേമാതിരി ഓരോ സ്ഥലത്തും മാറി മാറി ഒരു ലഞ്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് അധികം സമയം ഇപ്പോൾ വേണം. അതാണ് അവസ്ഥ. ഏറ്റവും മെയിനായിട്ട് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു ചാലഞ്ച് എന്ന് പറയുന്നത് അതാണ്, ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി. ഇനി അങ്ങോട്ട് വീണ്ടും അടുത്ത കുറുമ്പ് കാണിക്കൽ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അവൾക്കിങ്ങനെ കാർട്ടൂൺ നിർബന്ധമൊന്നുമില്ല. അവൾക്ക് ഏറ്റവും കൂടുതൽ അതിനേക്കാട്ടിലും ഇഷ്ടം ഈ ഡപ്പാങ്കൂത്ത് സോങ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പഴയ നമ്മുടെ വിജയുടെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ഡാൻസും ഒക്കെ ഉള്ളത്, അങ്ങനത്തെ കുറച്ച് പാട്ടുകളുണ്ട്. അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നോളും. പക്ഷെ നമ്മൾ അവളുടെ കൺവെട്ടത്തുനിന്ന് മാറാൻ പാടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണണം. ചില സമയത്ത് വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളെന്ന നിലയിൽ എനിക്ക് വല്ലാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ തോന്നാറുണ്ട്. എന്നാൽ അതേസമയം എനിക്ക് അവളുടെ കൂടെ ഇതുപോലെ കളിക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ടൈം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഈ ഒരു ടൈം നമുക്ക് പിന്നെ തിരിച്ച് കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, അതിനെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ടല്ലോ എന്നും കൂടി ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ടും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതാണ് വീടിൻ്റെ അവസ്ഥ. എല്ലാം ഓരോ സ്ഥലത്തുനിന്നും മൂലയിൽ നിന്നും പെറുക്കിയെടുത്ത് നമ്മൾ കൊണ്ടിടണം. അപ്പോൾ ഇത് 4 മണിയാവാറായിട്ടോ വൈകുന്നേരം. മോനൊക്കെ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ അവന് ഞാൻ ഇന്ന് അവിൽ നനച്ച് വെച്ചിട്ടുണ്ട് ചായക്ക്. അങ്ങനെ കുഞ്ഞി എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ എപ്പോഴും ഉണ്ടാവും. എന്നും ഉണ്ടാക്കുമൊന്നുമില്ല, എപ്പോഴും എന്തെങ്കിലും കഴിക്കാനൊക്കെ ചിലപ്പോൾ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനും പാരുക്കുട്ടിയായിട്ടുള്ള ഒരു ദിവസത്തെ ഇവിടെ ഒരു 4 മണിയോട് കൂടി തീരും. പിന്നെ എല്ലാവരും ഓരോരുത്തരായി വന്നു തുടങ്ങും. പിന്നെ ഫ്രീ മൊത്തം മാറി. പിന്നെ വീണ്ടും തിരക്കിലേക്ക് പോയി. രാത്രി കിടക്കണ വരെയും തിരക്കായിരിക്കും. ഇനി നാളത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള കുറച്ച് സമയം ഇത്രയേ ഉള്ളൂ. പാറു ഇതേ വീണ്ടും ഓരോന്ന് കളിച്ച് കുറുമ്പൊക്കെ കാണിക്കാൻ തുടങ്ങി. ആളിനി മൊത്തം ലൈവ് ആവും. ഇനി ചിലപ്പോൾ ഒരു വൈകുന്നേരം 6 മണിക്ക് വരെ ഒന്ന് ചെറുതായിട്ട് മയങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങില്ല, രാത്രി ഉറങ്ങുള്ളൂ. അവള് ഭയങ്കര കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവളുടെ ടോയൊക്കെ എടുത്തിട്ട്. പറയൂ ടാറ്റാ പറയൂ, പിന്നെ കാണാൻ പറയൂ. പിന്നെ കാണാം, ബൈ ബൈ പറയൂ. മോക്കുമ്മ